ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർപ്പിൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിനുള്ളിലാണ്. നമ്മൾ ഉൾമ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബർസ്റ്റ്ഡോർഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് ഒരു മൗണ്ടൈൻ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓബർസ്റ്റ്ഡോർഫിന് ഒരു ഇത്തിരിയും കൂടി ഉണ്ട്, ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വൺ ടൈം അത് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഭയങ്കര മഞ്ഞൊക്കെ ആയത് കാരണം നമുക്ക് മണ്ടേ കയറാൻ പറ്റില്ല. അപ്പം ഇന്ന് മലയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റെഡി ആയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇപ്പോഴും ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ട്രെയിന് ജസ്റ്റ് ഒന്ന് ഇറങ്ങേണ്ട വന്നു. കാരണം നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ബസ് മിസ്സായിപ്പോയി. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ട്രെയിൻ എടുക്കേണ്ട സമയം കഴിയും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇനി അടുത്ത ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് കയറി പോകാനാണ് പ്ലാൻ. അപ്പോഴേക്ക് അവൾ ഇനി എത്തും. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് കയറേണ്ട ട്രെയിൻ വന്നു. പക്ഷെ അത് കുറച്ച് നേരത്തെ എത്തി. അതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വന്ന പാടെ തന്നെ നമ്മൾ വേഗം ട്രെയിനിലേക്ക് കയറിയിരുന്നു. ഇതിനി ഒരു 20 മിനിറ്റും കൂടെ കഴിയുമ്പോഴേ എടുക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ തന്നെ കിട്ടി. നമ്മൾ യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ തരിതരി പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞ്. പിന്നെ മുന്നോട്ട് പോകുന്തോറും രണ്ട് വശങ്ങളും മഞ്ഞ് മൂടി കിടക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ കാണാൻ അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൻ്റെ അകത്ത് എത്ര ഇതായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും അവിടെ പോയി കാണുമ്പോൾ ഒരു പ്രത്യേകതര ഒരു ഫീലാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ മുതൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നമ്മുടെ സിറ്റി മാത്രം മഞ്ഞ് പെയ്യാത്തതെന്ന്. കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോൾ ഞങ്ങളുടെ സിറ്റിയിൽ 2 പ്രാവശ്യം മഞ്ഞ് പെയ്താണ്. പക്ഷെ ഈ പ്രാവശ്യം മഞ്ഞ് പെയ്തു, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് മഞ്ഞൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ട്രെയിൻ ഇറങ്ങി നമ്മൾ ഫുഡും കഴിച്ച് നേരെ ആ മൗണ്ടൈനിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ട്രാവലാണ് നമുക്ക് ആ മൗണ്ടൈനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൗണ്ടൈൻ്റെ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമ്മൾ ഏറ്റവും മുകളിൽ മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ ഈ കേബിൾ കാർ വഴി മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറിൽ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേബിൾ കാർ. പക്ഷെ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ താഴെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചത് താഴത്തെ വ്യൂ ആണ് അടിപൊളിയെന്ന്. പക്ഷെ മുകളിലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് താഴത്തെ വ്യൂ ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്നത്. കാരണം അത്ര അടിപൊളിയായിരുന്നു അവിടുത്തെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ. ഫുള്ള് അടിപൊളി മഞ്ഞത്ത് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാവാൻ മേ ബി എനിക്കിത് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് കേബിൾ കാറിൽ കയറി ഈ മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പ് വരെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 55 യൂറോയാണ്. അതുപോലെ അതിന്റെ തൊട്ട് താഴെ മൗണ്ടൈൻ്റെ തൊട്ട് താഴെ വേറൊരു സ്റ്റേഷനും കൂടെ ഉണ്ട്. അവിടെ വരെ പോയാൽ മതിയെങ്കിൽ നമുക്ക് 45 യൂറോയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 2224 മീറ്റർ ഉയരത്തിലാണ്. അപ്പം നമുക്ക് ഏകദേശം 10 മിനിറ്റിന് മുകളിൽ ടൈം എടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും താഴേന്ന് മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റുമാണ് ഇവിടെ. ഈ തണുപ്പും കാറ്റും എല്ലാം കൂടെ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ നമുക്ക് ഈ മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെ തന്നെ അടുത്ത് അതിനോട് ചേർന്നിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് സെറ്റായത്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നത്. കാരണം അതുപോലെ തണുപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം പോകുന്നേ അറിയത്തില്ല. വന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അതുപോലെയാണ് ടൈം പോയത്. നമ്മൾ കുറേ നേരം ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ നേരം അവിടെ ഫുള്ള് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള സമയമായി.
അപ്പോൾ 4:30 വരെയാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. നമ്മൾ ഒരു 3 മണി വരെ നമ്മൾ ടോപ്പിൽ തന്നെ, ഏറ്റവും ടോപ്പിൽ തന്നെയായിരുന്നു ഫുള്ള് കറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3-3:15 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കേബിൾ കാറിൽ കയറി അതിന് തൊട്ട് താഴത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെയും കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കൃത്യം 4:30 ആവുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഇറങ്ങി. അപ്പോൾ വീഡിയോയിൽ ഇത് എത്രമാത്രം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി ഇപ്പം തന്നെ 5 മണി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബസ്സിന് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.